നമ്മുടെ റേസ് അപ്പ് സപ്പോർട്ട് സർക്കിളിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വീഡിയോ ആണ് ഇത്. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ പലപ്പോഴും കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നത് എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ ഒരു ടഫ് ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എന്നെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. എൻ്റെ പ്രിൻസിപ്പാളായിരുന്ന, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള, അതിലുപരി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള CA സുബിൻ VR ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം സാർ. താങ്ക് യു രമേശ്. സാർ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇൻസ്റ്റഗ്രാം ഒരു പേജാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുട്ടികൾ പലപ്പോഴും ഒരു മെൻ്റലി വീക്കായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഈ ഒരു കോഴ്സൊക്കെ ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ അവർക്ക് പലപ്പോഴും ഒരു ഗൈഡൻസ് ആവശ്യമായിട്ട് വരാം. പലരും ക്വാളിഫൈ ചെയ്തതിന് ശേഷം പോലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻസൈറ്റ്സ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സാർ ഇത്രയും വർഷമായിട്ട് ഏകദേശം ഒരു 18 years എബോ ആയിട്ട് സാർ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സാർ ഈ റീസെൻ്റ്ലി ക്വാളിഫൈഡ് ആവുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് സാറിൻ്റെ ഒരു മെസ്സേജ് എന്താണ്? നമ്മൾ റീസെൻ്റ്ലി ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ ക്വാളിഫൈ ചെയ്ത് വരുന്ന കുട്ടികൾ, അവരുടെ ആക്ച്വലി ഒരു റിയൽ ഗെയിം സ്റ്റാർട്ട് നൗ എന്ന് പറയില്ലേ. നമ്മളത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ശരിക്കൊരു ഗോതയിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ശരിക്കും. നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളങ്ങനെ പഠിച്ചത് മുഴുവൻ ചിലപ്പോൾ പ്രാക്ടീസിലോ അല്ലെങ്കിൽ ജോലിയിലോ ഒന്നും നമ്മൾ കണ്ടു എന്ന് വരില്ല. ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ഇപ്പോൾ CA CMA ഒക്കെ ആയിക്കഴിഞ്ഞാലും ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ പഠിച്ചതിൽ ഒരു എസൻസ് ഓഫ് സെർട്ടൻ പാർട്സ് മാത്രമേ നമുക്ക് ചിലപ്പോൾ പ്രയോഗിക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങളുള്ളതെന്ന് പറയുന്നത്, പലപ്പോഴും പല കുട്ടികൾക്ക് ഒരു ഇത് വരുന്നത്, ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഇപ്പോൾ പ്രാക്ടീസ് ചൂസ് ചെയ്യണോ അതല്ല ഇപ്പോൾ ഇതിലേക്ക് പോകണോ ഇൻഡസ്ട്രിയിലേക്ക് പോകണോ എന്നുള്ളതൊക്കെയാണ്. അത് ഡിപ്പെൻസ് ഓൺ അവരുടെ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഇൻഡസ്ട്രിയിലേക്കൊക്കെയാണ് പോകുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഓൺ ഗോയിങ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ക്വാളിഫൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഒരു ഫിനാൻഷ്യൽ ഇതെന്നൊക്കെയുള്ളൊരു മോട്ടീവിൽ ചിലപ്പോൾ ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഇൻറ്റൻഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രീഡം ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ അവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ തന്നെയുണ്ടല്ലോ, അവർ കുറച്ച് ഓൺ ഗോയിങ്ങിൽ അവർക്ക് അവരുടേതായ ചില ഏരിയകളുണ്ടല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ടല്ലോ. ആ ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ്ലി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ കൺസൾട്ടിങ് തുടങ്ങാം. അപ്പോൾ അവർ ഓൺ ഗോയിങ്ങിൽ അവരുടേതായ ഒരു പാഷൻ ഉണ്ടല്ലോ, പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഫ്ലറിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് ഇതാണ്. ശരിക്കും അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് സാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ശരിക്കും അവരുടെ ഒരു എന്താ പറയുക, റിയൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി കറക്റ്റാണ്. കാരണം വെച്ചാൽ പലപ്പോഴും ആ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്റ്റിൽ മാത്രം പഠിച്ചു വന്നിട്ടുള്ള കുട്ടികൾ റിയലി ആ ഒരു പ്രാക്ടീസിലേക്കൊക്കെ ഇറങ്ങുമ്പോഴേ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിലേക്ക് പോകുമ്പോഴാണ് എങ്ങനെയാണത് അപ്ലൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവർ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവുക. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സാർ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്കറിയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗമാണ്. എനിക്ക് തോന്നുന്നു സാറ് അതിനെപ്പറ്റി ഒരുപാട് ക്ലാസ്സുകളും കോഴ്സുകളൊക്കെ സാർ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ CA എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു മേഖല വല്ലാതെ എഫക്റ്റഡ് ആവുന്ന, ഭയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും സാറിൻ്റെ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? ഇതിൽ ഭയപ്പെടണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളത് കാലത്തിനനുസരിച്ച് നമ്മൾ കോലം മാറണം എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 90s ഒക്കെ സമയത്താണ് ഇവിടെ നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടറൈസേഷനൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന് മുമ്പ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലായിട്ട് നമ്മൾ കണക്കുകളൊക്കെ എഴുതുന്നു. അപ്പോൾ ആ സമയത്താണ് കമ്പ്യൂട്ടർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് നമ്മളതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എല്ലാം മാനുവലായിട്ട് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്കൊരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ആരാണോ അത് നേരത്തെ അഡോപ്റ്റ് ചെയ്തത് അവർ കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. എക്സാക്ട്ലി ഇത് തന്നെയാണ് AIയിൽ സംഭവിക്കുന്നത്. നമുക്കത്
മാറ്റി നിർത്താനായിട്ട് പറ്റുമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഈ അവസ്ഥ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തിരി കാര്യമായിട്ടാണ് കാര്യങ്ങൾ ചേഞ്ച് ആവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ രമേശ് നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചാണോ എന്നുള്ളത്. നമുക്കിപ്പോൾ അതൊക്കെ നമ്മുടെ പ്രൊഫഷൻ തന്നെ ഇല്ലാതായി കളയോ എന്നൊക്കെയുള്ള പേടികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ആസ് ഓഫ് നൗ അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ തോന്നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മളുടെ ഒരു ബോസ് അല്ല, നമ്മുടെ ഒരു ആർട്ടിക്കിളാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അസിസ്റ്റൻ്റാണ് എന്ന് നമ്മൾ കരുതിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു തരത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ ഓഫീസിൽ അത്രയധികം കാര്യങ്ങൾക്ക് AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനറലി ഒരു 2-3 ആഴ്ചയൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് AI വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ AI പഠിച്ച ഒരാളുണ്ടല്ലോ, ആൾ വളരെ സ്പീഡിൽ ആൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പഠിക്കാതെ അപ്പുറത്ത് മാറി നിൽക്കുന്ന ആളുണ്ടല്ലോ, ആൾ പതുക്കെ ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ്ഷൽ പറയുകയാണെന്നുണ്ടെങ്കിൽ AI നമ്മൾ പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ, പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനത് കമ്പയർ ചെയ്യുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ പോലെയാണ് AI എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണോ അറിയണതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, AI വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ രമേശിന് ഇപ്പോൾ ലോ നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരാൾക്ക് ഇപ്പോൾ 100 ആണ് രമേശിൻ്റെ നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് 100 ആണെന്നുണ്ടെങ്കിൽ AI വരുമ്പോൾ അതിനെ എത്ര കൊണ്ട് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ മറിച്ച് ഒരാളുടെ കയ്യിൽ ഇൻപുട്ട് 0 ആണെന്ന് വിചാരിക്കും, 0നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആക്ച്വലി. അപ്പോൾ വടി കൊടുത്ത അവസ്ഥയാണ്. അപ്പോൾ അത് എറിയാനും കൂടി അറിയണം. അപ്പോൾ അത് കാരണം തന്നെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡൊമൈൻ നോളജ് വേണം എന്നർത്ഥം. അത് ഡൊമൈൻ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കഥയുണ്ടാവില്ല. അതായത് ഇപ്പോൾ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ GST ഇൻകം ടാക്സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസോ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മളിപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇത് നമ്മളുടെ പണി പോവോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു ക്ലയൻറ്റ്, അപ്പോൾ ക്ലയൻറ്റിന് ഒരു GST നോട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അറിയില്ലല്ലോ. മേ ബി ആൾക്ക് ബിസിനസ് അറിയാം, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇപ്പോൾ GST എന്താ, 3B എന്താ, 1 ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് അറിയണത് ആർക്കാണ്? ഒരു ടാക്സ് എക്സ്പെർട്ടിനാണ്. അപ്പോൾ ഈ ടാക്സ് എക്സ്പെർട്ടിന് വിത്ത് AI ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് വിത്ത് AI അങ്ങനെ കാര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും ഇൻകം ടാക്സ് നോട്ടീസ് വന്ന ഒരാൾക്ക് അത് ഫോട്ടോ എടുത്ത് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യണം എന്ന് ഒരിക്കലും മനസ്സിലാവണമെന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോവാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അത് സാർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. കാരണം ആ ഒരു ബേസിക് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് കിട്ടിയിട്ട് വലിയ പ്രയോജനം പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. കറക്റ്റാണ് സാർ. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതിനു ശേഷം ഉണ്ടാവേണ്ട കുറേ അപ്ഡേഷൻസ് ഉണ്ട്. പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഒരു ലീഗൽ, ഇപ്പോൾ സാറി പറഞ്ഞ പോലെ തന്നെ AI പുതിയതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് തന്നെ ഇൻഫർമേഷൻസ് ഡേ ടു ഡേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇൻകം ടാക്സിൻ്റെ ആക്ട് മാറുന്നു. ഇനി നമുക്ക് ഓൺഗോയിങ്, ഇപ്പോൾ എനിക്കറിയാം സാർ ഇപ്പോൾ ക്വാളിഫൈഡ് ആയതിനു ശേഷം കമ്പനീസ് ആക്ട് ചേഞ്ച് ആയിട്ടുണ്ട്, ഇൻകം ടാക്സ് ആക്ട് ചേഞ്ച് ആയിട്ടുണ്ട്, GSTയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേ ടു ഡേ അപ്ഡേഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ സാർ അതെങ്ങനെയാണ് ഇത്രയും എളുപ്പത്തിൽ കോപ്പപ്പ് ചെയ്തെടുക്കുന്നത്? കാരണം ഞാൻ പലപ്പോഴും ഭയങ്കരമായിട്ട് അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇൻകം ടാക്സ് ഒക്കെ മാറുന്ന സമയത്ത് മാറുന്നതിന് മുമ്പേ തന്നെ സാറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ, ഒരു വെബിനാർ സാർ കണ്ടക്ട് ചെയ്യുന്നു. ഓൾറെഡി പല സ്ഥലങ്ങളിൽ സാർ ഓഫ്ലൈനിൽ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നു ചാർട്ടേഡ് അക്കൗണ്ട്സിന് വേണ്ടിയിട്ട്, പ്രാക്ടീസിങ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ സാർ അത് എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്? ഇതിൽ ഒരു ഒറ്റ കാര്യമുള്ളൂ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഫീൽഡ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ടാക്സേഷൻ അങ്ങനെയൊക്കെയുള്ളൊരു ഫീൽഡ്, ഇതിങ്ങനെ ഒരു ഭയങ്കര വൊളാറ്റലായിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് മാറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും, നമ്മൾ പതുക്കെ സൈഡായിട്ട് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളിവിടെ സർവൈവ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിപ്പോൾ നേരത്തെ രമേശ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്തതിന് ശേഷം കമ്പനീസ് ആക്ട് മാറി, നമ്മുടെ 1956 മാറി 2013 ഈവൻ VAT മാറിയിട്ട് ഇത് വരുന്നു. ഇപ്പോൾ KGST ദെൻ അതിനുശേഷം VAT വന്നു, VAT വന്നിട്ട് ഇപ്പോൾ GST വന്നു. വലിയ മാറ്റം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് മാറുന്നു. അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമ്മളുടെ ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീൽഡിൽ എപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കാം.
അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോർ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കോർ ഏരിയയിലുള്ള ചേഞ്ച് വരുമ്പോൾ നമ്മൾ മാറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്ന അർത്ഥം. പിന്നെ എങ്ങനെയാണ് ഇത് നമ്മളിത് അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യണത് ഇത് വെച്ചിട്ടല്ലേ നമ്മൾ സർവൈവ് ചെയ്യണത്. നമ്മൾ ഇൻകം ടാക്സോ GST അല്ലെങ്കിൽ കമ്പനീസ് ആക്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്യണത്. അപ്പോൾ നമുക്ക് സർവ് ചെയ്യാനായിട്ട്, നമുക്ക് നമ്മുടെ ക്ലയൻസിന് സർവ് ചെയ്യാനായിട്ട് നമ്മളിത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. നമ്മളൊരു റോങ് ഇൻഫർമേഷൻ ആവും ചിലപ്പോൾ കൊടുക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഈ ക്ലയൻറ്റിനൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ലൈവായിട്ട് നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു സർവൈവലിൻ്റെ ഭാഗമാണ് ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത്. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ CA ചെയ്ത് കഴിഞ്ഞ ഒരാൾ അതിനപ്പുറത്തേക്ക് ഒരുപാട് ക്വാളിഫിക്കേഷനെ കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് CA കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻസ്, ചിലർ ഇൻ്റർനാഷണൽ ടാക്സേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അതിപ്പോഴത്തെ ഒരു റിക്വയർമെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത ശരിക്കും എന്താണ്? എനിക്ക് തോന്നുന്നത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഇൻട്രസ്റ്റ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ഇതിലാണെന്ന് വിചാരിക്കും, ഒരു ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോസിസിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ്. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിസ അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ പോലെയൊക്കെയുള്ള പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സുകളുണ്ടല്ലോ. അത് ചിലപ്പോൾ സർട്ടിഫിക്കേഷനിലുപരി മേ ബി ഒരു അപ്ഡേറ്റ്സ് എന്നുള്ളൊരു ആംഗിളുണ്ടല്ലോ. മേ ബി ചിലപ്പോൾ ആളുടെ പ്രൊഫഷനിൽ കുറച്ചും കൂടി ഗ്രോത്ത് കൂട്ടുന്ന ആ ഒരു ആംഗിളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, ബെറ്റർ, നല്ല കാര്യമാണത്. അല്ലാതെ ഞാൻ വെറുതെ നമ്മളൊരു ക്വാളിഫിക്കേഷൻ നമ്മളെ വിസിറ്റിംഗ് കാർഡിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഡിഗ്രി എടുക്കണോണ്ട് ചിലപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ പേഴ്സണലി നമുക്കൊരു വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊഫഷന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതിലൊരു അപ്ഗ്രേഡ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷുവർലി അത് നല്ലൊരു കാര്യം തന്നെയാണത്. തീർച്ചയായിട്ടും സാർ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള CAയിലൊക്കെ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നവരൊക്കെ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒപ്പിനാണ് ലക്ഷങ്ങൾ കിട്ടുക എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അവർ ആയിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഒപ്പിട്ട് കൊടുത്താൽ 1 ലക്ഷം രൂപ കിട്ടും എന്നൊരു മെസ്സേജ് പലപ്പോഴും നമ്മൾ സൊസൈറ്റിയിൽ കൺവേ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ശരിക്കും ഒരു ഒപ്പ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിനപ്പുറത്തേക്ക്? അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ ഒരു ഒപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ഉണ്ടല്ലോ, നമ്മൾ എവറസ്റ്റ് കൊടുമുടി എടുത്തിട്ട് കടലിലേക്ക് മുക്കി വെച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന ആ ടിപ്പ് മാത്രമാണ് ഈ ഒപ്പ് എന്ന് പറയുന്നത്. എത്രത്തോളം എഫർട്ട് എടുത്തിട്ടാണ്, ഇപ്പോൾ സേഫ് ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും, അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണ്, ചിലപ്പോൾ ചിലപ്പോൾ ഒരു മാസങ്ങളോളം എടുത്ത് ഓഡിറ്റൊക്കെ ചെയ്ത് അവസാനം ഒരു ബാലൻസ് ഷീറ്റും P&L ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇടുന്ന ഈ ഒപ്പ് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. എത്രത്തോളം പണി എടുത്തിട്ടാണ് ആ ഒരു ഒപ്പിടാനായിട്ട് നമുക്ക് പറ്റുന്നത് എന്നുള്ളത് വലിയൊരു എഫർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ ഒരു പലരും കാഷ്വലി ഒരു മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കും ഒപ്പിനാണ് വില എന്നുള്ളതൊക്കെ. പക്ഷെ അതിന് പിന്നിൽ ആ ഒപ്പിന് മുൻപ് നമ്മൾ പറഞ്ഞ പോലെ എവറസ്റ്റ് കൊടുമുടി കടലിൽ മുക്കി വെച്ച പോലെയാണ്. അത് കുഞ്ഞൊരു ടിപ്പ് മാത്രമാണ് ആ ഒരു ഒപ്പ് എന്ന് പറയുന്നത്. അത് എനിക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ കാറൊക്കെ റിപ്പയർ ചെയ്യാൻ ചെല്ലുമ്പോഴേ അവർ ചെറിയൊരു സ്ക്രൂ പിടിച്ച് തിരിക്കുമ്പോഴത്തേക്ക് റെഡിയാവും. അതിന് വലിയൊരു എമൗണ്ട് ചാർജ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം ഞങ്ങൾ വർഷങ്ങൾ എടുത്തിട്ടാണ് അത് എവിടെ തിരിക്കണമെന്ന് പഠിച്ചതെന്ന് പറയുന്നൊരു ഡയലോഗ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അത് തന്നെ ഉറപ്പായിട്ടും സാർ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുന്ന ഒരാളോട് ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ഫുള്ള് എന്ത് ചെയ്യുക, ജോലി ചെയ്ത് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക, ഒരു സൈഡ് ജീവിതം ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പലപ്പോഴും മറ്റു ജോലികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ CA നമ്മൾ ഏറ്റവും കൂടുതൽ ലേബൽ ചെയ്യുന്നത് തന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു പ്രഷർ ഫ്രീ ലൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ലൈഫ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഒരു വർക്ക് ലൈഫ് ബാലൻസ് ശരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ അത് കുറച്ചും കൂടി കുറവായിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സാർ അതിനെ കാണും? അതിൽ 1-2 കാര്യങ്ങളുള്ളതെന്ന് പറയുന്നത്, നമ്മളൊരു വർക്ക് ലൈഫ് ബാലൻസ് എന്നെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു മാറ്റർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഈവൻ സ്റ്റാർട്ടിങ്ങിൽ പ്രാക്ടീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ലെങ്കിൽ പോലും കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെലക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ബിൽഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. ഇനീഷ്യലി ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ക്വാളിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് പ്രൊഫഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല.
പക്ഷേ ഓൺ ഗോയിങ് നമുക്ക് നമ്മളുടെ കീഴിലൊരു സിസ്റ്റംസ് ഉണ്ട്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ബാക്കി പ്രൊഫഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈസി, വളരെ ഈസിയാണ്. ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ കമ്പാരിസൺ നടത്തില്ല, എന്നാൽ പോലും ഇപ്പോൾ ഒരു ഹാർട്ട് സർജൻ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഇദ്ദേഹം വളരെ എക്സ്പെർട്ടാണ്. പക്ഷേ ഈ സർജറി ചെയ്യാനായിട്ട് ആൾ തന്നെ പോകണമല്ലോ, വേറെ ആളെ വിട്ട് സർജറി നടത്താൻ പറ്റില്ലല്ലോ. മേ ബി ആൾക്ക് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കാം, ബട്ട് ഫോർ ദ സർജറി ആളവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺട്രോൾ മെക്കാനിസവും നമ്മളൊരു ഇൻറ്റേർണൽ കൺട്രോൾ എല്ലാതും നമ്മളൊരു കറക്റ്റായിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു അസൈൻമെൻറ്റിൽ നമുക്കൊരു റിവ്യൂ ചെയ്ത് നമുക്ക് അതായത് നമ്മളില്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഫീസ് റൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊരു കൺട്രോൾ മെക്കാനിസം അവിടെ പ്ലേസ് ചെയ്താൽ മതി. അതായത് വളരെ കുറച്ച് നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വളരെ ഈസിയാണ് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് കമ്പയർഡ് ടു അതർ പ്രൊഫഷൻ. സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഗ്രോ ചെയ്യുന്നതോറും ഫ്രീ ആവും. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ടീച്ചർ ആൾ വീണ്ടും ടീച്ച് ചെയ്താൽ മാത്രമേ ടീച്ചിങ്ങിലുള്ളൂ. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് ആണെങ്കിലും ആൾ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആൾ എക്സ്പീരിയൻസ്ഡ് ആവും തോറും ആ സിസ്റ്റം ഡെവലപ്പ് ആവുകയും അവർ കുറച്ചും കൂടി ഫ്രീ ആവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് വളരെ നല്ലൊരു കാര്യമാണ് സാർ. അതുപോലെ തന്നെ ഇപ്പോൾ സാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിളങ്ങിയിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സാറിൻ്റെ സോഷ്യൽ മീഡിയ യൂസേജ് ആണ്. കാരണം എനിക്കറിയാം നമ്മൾ ഈ കോവിഡിൻ്റെ ടൈമിലാണ് സാറ് ആദ്യമായിട്ട് ആ ഒരു മേഖലയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു സാറും ഞാനും ആണ് ഏറ്റവും കൂടുതൽ കോവിഡിന് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മേഖലയിലുള്ള ആൾക്കാരിൽ വിടുന്ന കുറച്ച് വ്യക്തികൾ നമ്മൾ രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നു. അതിലെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് ഈ എന്താണ് ലോണിന്റെ മൊറട്ടോറിയം ആ ഒരു കാര്യത്തെക്കുറിച്ച് സാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു സാർ വീട്ടിലിരുന്ന് ആ ലോക്ക്ഡൌണിൽ കിട്ടുന്ന പരിമിതികൾക്കുള്ളിൽ ഇരുന്നിട്ടാണ് സാർ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരുപാട് ആളുകളിലേക്ക് എത്തി. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേജിൽ പോലും ആ വീഡിയോ ഷെയർ ചെയ്യപ്പെടുകയും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് സാർ അതിനുശേഷം ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം സാറ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അതിലുപരി പബ്ലിക്കിന് സാറിന് ഒരുപാട് മെസ്സേജസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അതിലൂടെ അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ഇത്തരം ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത വളരെ കൂടുതലല്ലേ ശരിക്കും? അതിൽ രണ്ട് കാര്യങ്ങളുള്ളത് രമീസ്. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും ഏത് പ്രൊഫഷനായാലും ഞാൻ ബിലീവ് ചെയ്യണത് ഒരാൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ലോൺ എടുക്കുന്നതാണോ, ഇപ്പോൾ ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അത് ലോൺ എടുത്ത് വാങ്ങിക്കണോ, കയ്യിൽ നിന്ന് കാശ് എടുത്തോ, ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ജനറലി നമ്മുടെ ജനറൽ പബ്ലിക് അല്ലെങ്കിൽ നമ്മളുടെ പബ്ലിക്കിന് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ പബ്ലിക്കിനും ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് മാത്രമല്ല, എല്ലാ ചാർട്ടേഡ് അക്കൗണ്ട്സിനും ഇത് അറിയാം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ളൊരു ആംഗിൾ വരുമ്പോൾ നമുക്ക് വളരെ ഈസിലി എത്താനായിട്ട് പറ്റുന്ന ഒരിടാണെന്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇരിഞ്ഞാലക്കുട പോലുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ ക്ലയൻസ് വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ 1-2 പേരെ അറിയുന്നുള്ളൂ അവിടെ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു സർവീസ് കൊടുക്കാനായിട്ട് ഇതിലും പറ്റിയൊരു പ്ലാറ്റ്ഫോം ആക്ച്വലി ഇല്ല. ഇനി അത് മാത്രമല്ല, ഓൺ ദ അതർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റ് ബേസോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്ന അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഞാൻ ഈ പറഞ്ഞൊരു ലോജിക്ക് ഉണ്ടല്ലോ, നമുക്ക് സർവീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആളുകളിലേക്ക് എത്തിച്ചേരാനും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ആളുകളെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ലൊക്കേഷനിൽ നമ്മൾ തളച്ചിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുടയാണ്, നമ്മൾ ഇരിഞ്ഞാലക്കുട ഒരു ഓഫീസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വട്ടത്തിനുള്ളിലുള്ള ആളുകളാണ് നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ രമീസിനെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഞാൻ എപ്പോഴും പറയും എറൗണ്ട് ദ ഗ്ലോബാണ് നമ്മുടെ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജർമ്മനിന്നോ എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നോ USA ന്നോ. അപ്പോൾ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. രമീസും സോഷ്യൽ മീഡിയനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. അത് മാത്രമല്ല അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആളുകളെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഓക്കെ സാർ, നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമുക്ക് ഇതിൽ കൂടെ കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ സാർ തന്നെയായിരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആൾ തന്നെയാണ് സാർ. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂടെ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു.
സാർ ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും റീസെൻ്റ്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സാർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും സാർ ഇത്രയും തിരക്കുള്ള സമയത്തും നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് സാർ സമയം മാറ്റി വെച്ചെന്നുള്ളത് വളരെ താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ എൻ്റെ പേരിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരിലും സാറോട് വലിയൊരു കടപ്പാടും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ. ഓക്കെ.